ഇന്നലെ വൈകിട്ട് 5:30 കൂടിയാണ്, ഒരു 12 മണിക്കൂറാവുകയാണ്. ആ സമയത്തോടു കൂടിയാണ് ഇവിടുന്ന് ആളുകൾ പൂർണ്ണമായിട്ടും മാറണം എന്നുള്ള തീരുമാനത്തിലേക്ക് പഞ്ചായത്തും അതോടൊപ്പം നാട്ടുകാരും ചേർന്ന് പറയാൻ തുടങ്ങിയത്. അതായത് അവിടെ ഒരു വിള്ളൽ രൂപപ്പെട്ടു. ആദ്യഘട്ടത്തിൽ ചെറിയ മണ്ണിടിച്ചിലായിരുന്നെങ്കിൽ അതൊരു വിള്ളലായി രൂപപ്പെട്ടതോടുകൂടിയാണ് അവിടുന്ന് പൂർണ്ണമായും മാറണം എന്ന നിർദ്ദേശം ജനങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിയത്. അത് ഏറ്റെടുത്തുകൊണ്ടാണ് ഈ ബിജുവിൻ്റെ മതിലിന് തൊട്ടപ്പുറത്തുള്ള ആളുകൾ 40-50 കുടുംബങ്ങളുണ്ട്, അവരവിടെ നിന്ന് പിന്തിരിഞ്ഞ് പോകാൻ തയ്യാറായത്. അവരവിടെ നിന്ന് പിന്തിരിഞ്ഞ് പോയി നിലവിൽ മറ്റൊരിടത്തേക്ക് അഭയം തേടി, സ്കൂളിൽ അഭയം തേടി പോയതോടുകൂടി ബിജുവും കുടുംബവും സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു. പക്ഷേ സ്വന്തം തറവാട്ടിലേക്ക് പോയ അവർ മകളെ അവിടെയാക്കി ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് തിരിച്ചെത്തിയതാണ്. തിരിച്ചെത്തിയ സമയത്താണ് ഈ ഒരു വലിയ ദുരന്തത്തിൻ്റെ പാത്രമാക്കേണ്ട അവസ്ഥ അവർക്കുണ്ടായത്. ഒരുപക്ഷെ വീട്ടിൽ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ ശ്രമിക്കുന്നതിനിടയിലായിരിക്കാം ഈ അപകടമുണ്ടായത്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി എത്തിയതാണ് സന്ധ്യയും ബിജുവും എന്നുള്ള കാര്യമാണ് പറഞ്ഞു വെച്ചത്. അത് ഒരുപക്ഷെ അവർ ഒരുമിച്ചിരുന്ന് കഴിച്ച അവസാനത്തെ ഭക്ഷണവുമാകാം. ഒരുപാട് കാലത്തിന് ശേഷം ആ സന്ധ്യയെ തേടിയെത്തുന്ന വലിയൊരു വേദന കൂടിയാണ് ഈ സംഭവം എന്ന് പറയേണ്ടി വരും. അത്രയധികം നാടിനെയും വേദനിപ്പിച്ചു എന്നുള്ളത് തന്നെയാണ് വസ്തുത. കാരണം ഈ അപ്രതീക്ഷിതമായി സംഭവിച്ച ഒരു വലിയ ആപത്ത് എന്ന് തന്നെ പറയേണ്ടി വരും. അത് ഒരുപക്ഷെ ചില ആളുകൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ എന്തിനാണ് അവിടെ അശാസ്ത്രീയമായൊരു മണ്ണെടുപ്പ് എന്നുള്ള കാര്യം എല്ലാവരും ചോദിക്കുന്നുണ്ട്. പക്ഷേ അതിന് കൃത്യമായൊരു ഉത്തരം തരാൻ ആരെക്കൊണ്ടും സാധിക്കുന്നില്ല. ആ തീരുമാനത്തിൻ്റെ പിന്നിൽ എന്തായിരുന്നു എന്ന കാര്യത്തിനോ മറ്റു കാര്യങ്ങൾക്കോ കൃത്യമായൊരു ഉത്തരം തരാൻ ആരെക്കൊണ്ടും ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല, നമ്മൾ കുറച്ചതിന് മുമ്പ് സംസാരിച്ച ആൾ പറഞ്ഞു കളക്ടറായിട്ട് തന്നെ ഇടപെട്ട് ഇവിടെ നിലവിൽ ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തണം എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ പോലും അത് ചെവിക്കൊള്ളാൻ പോലും തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. ആ ഗതാഗതം പൂർണ്ണമായിട്ടും ആ ഭാഗത്തുനിന്ന് മാറ്റിവെച്ച് കല്ലാർകുട്ടി അടക്കമുള്ള പ്രദേശങ്ങളിലൂടെ വണ്ടി കടത്തി വിടുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോയത്. പക്ഷേ അതിനനുസരിച്ചുള്ള രീതിയിൽ ബാക്കിയുള്ള നടപടികളോ മറ്റു കാര്യങ്ങളോ ഉണ്ടായില്ല. അവിടെ നിന്ന് മണ്ണ് നീക്കുന്നതിനുള്ള നടപടി ഉണ്ടായില്ല, ആളുകളെ മാറ്റുന്നതിനുള്ള നടപടി ഉണ്ടായില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ബോധ്യപ്പെട്ടിട്ടുമുള്ളതാണ്. നമുക്കിപ്പോൾ നമ്മളോട് ഒരാൾ ബിജുവിൻ്റെ അയൽവാസിയാണ്. അല്ല, ബിജുവിൻ്റെ അമ്മായച്ചനാണ്. സന്ധ്യയുടെ നിങ്ങൾ സ്വാഭാവികമായിട്ടും തൊട്ടടുത്താണല്ലോ. അപ്പം ഇവിടെ നിങ്ങളോടൊക്കെ മാറാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഞാൻ ഇവിടുന്ന് 10 കിലോമീറ്റർ അപ്പുറമാണ് നിൽക്കുന്നത്. എപ്പോഴാണ് അറിയുന്നത് സംഭവം? ഞാൻ ഇന്ന് രാത്രി ഒരു 10 മണിയോട് കൂടി അറിഞ്ഞു. മണ്ണിടിഞ്ഞു എന്ന് മാത്രമാണ് അറിഞ്ഞത്? മണ്ണ് പിടിക്കുന്നല്ല, എൻ്റെ മോൻ അടിമാലി താമസിക്കുന്നുണ്ട്. അവൻ വിളിച്ച് വീട്ടിലേക്ക് പറഞ്ഞു, അച്ഛനും അമ്മയും വേഗം ഇങ്ങോട്ട് പോവാ. ഈ മണ്ണിടിഞ്ഞ കാര്യമൊന്നും പറഞ്ഞില്ല, അടിമാലി വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. മകനാണോ പറഞ്ഞത്? മകനാ പറഞ്ഞു. എന്താ കാര്യമൊന്നും പറഞ്ഞില്ലേ? കാര്യമൊന്നും പറഞ്ഞില്ല. ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത്. എപ്പോഴാണ് ഇവിടെ വന്നേ? ഇവിടെ വന്നപ്പോൾ ഒരു 12 മണിയായിട്ടുണ്ട്. ഈ ബിജു നിലവിൽ സ്പൈസസ് കടയിലാണ് ജോലിക്ക് പോകുന്നതെന്നാണല്ലോ പറഞ്ഞത്. സ്പൈസസ് കടയിലോ? അല്ല, അവന് ഈ തടിപ്പണിക്കാണ് പോകുന്നത്. ആ, സന്ധ്യ ജോലിക്ക് പോകുന്നുണ്ടോ? സന്ധ്യ ഇവിടെ അടിമാലിൽ മിൽക്ക് സൊസൈറ്റിയിൽ ഒരു 1 വർഷമായിട്ട് പോകും. മകൾ എന്ത് ചെയ്യുന്നത് ഇപ്പം? മകള് പഠിക്കുക കോട്ടയത്ത് നേഴ്സിംഗ്. കുട്ടി അറിഞ്ഞിരുന്നോ? കുട്ടി നാട്ടിലുണ്ടോ? കുട്ടി മകളറിഞ്ഞില്ല. ആ, കോട്ടയം കങ്ങഴയിലാണ്. അറിയിച്ചിട്ടില്ല, പോയി കൊണ്ടുവരണം. ഈ വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞത് ഇപ്പൊ ചേട്ടൻ്റെ മകനാണോ? ഈ സന്ധ്യയുടെ ആങ്ങളെയാണോ? എന്നോട് വിളിച്ചു പറഞ്ഞു. വന്നു, സന്ധ്യയുടെ കൂടെ രാജഗിരിക്ക് പോയേക്കുക. ഇതിനു മുമ്പ് ഇവിടെ വല്ല അപകടം ഉണ്ടായിട്ടോ വല്ലതും അറിഞ്ഞു? ഇവിടെ ഇതിനു മുമ്പ് ഇവിടെ ഒരു അപകടം ഉണ്ടായില്ല. ഇതിൻ്റെ അപ്പുറം കുറേ ഭാഗത്ത് മാറി ഇടിഞ്ഞ് ഉരുളൊക്കെ പൊട്ടി കെട്ടിടങ്ങളൊക്കെ പോയായിരുന്നു. എൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് പത്മനാഭൻ. എവിടെ താമസം? എവിടെയാ? കമ്പിലൈൻ എന്ന് പറയും. എനിക്ക് കണ്ണിന് കാഴ്ചയില്ല. ഈ കണ്ണിൻ്റെ കാഴ്ച ഈ കണ്ണിന് മൂടലുമാണ്. പിന്നെ ഈ ഹാർട്ടിന് കംപ്ലൈൻ്റ് ഉണ്ട്. അത് കാരണം ഞാൻ കൂടുതൽ തണുപ്പ് അടിക്കാറില്ല. അത് കാരണം ഞാനിപ്പോൾ ഇങ്ങോട്ട് ഇവിടെ ആൾ നിൽക്കണാണ്ട് വന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് സന്ധ്യയുടെ പിതാവാണ് നമ്മോട് സംസാരിച്ചത്, പത്മനാഭൻ. ഇവിടെ എത്ര സംഭവങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. മാത്രമല്ല, ഈ മേഖലയിൽ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. ആകെയുള്ള മൂത്ത മകൾ എന്ന് പറഞ്ഞ ആൾ നിലവിൽ കോട്ടയത്ത് നേഴ്സിങ്ങിന് പഠിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. നമ്മൾ ആദ്യം പറഞ്ഞിരുന്ന ഇളയ മകൻ അസുഖബാധിതനായിട്ട് മരിച്ചതാണ് എന്നുള്ള കാര്യം.
ക്യാൻസർ ബാധിച്ച് മരിച്ചതാണെന്ന് പറഞ്ഞ കാര്യം. ആ കുട്ടി 7 വയസ്സുള്ള കുട്ടിയായിരുന്നു ഒരു കൊല്ലം മുമ്പ് മരിച്ചു പോയതെന്നുള്ളതാണ് സമീപവാസികളോട് സംസാരിച്ചപ്പോൾ നമുക്കറിയാനും കഴിഞ്ഞത്. എന്താണെങ്കിലും അതിദാരുണമായ ഒരു സംഭവമായി മാറി ഈ വിഷയം എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അത്തരത്തിൽ ഒരു പ്രശ്നമായി ഇത് പ്രശ്നം എന്നതിനേക്കാൾ ഉപരി ഇതിൻ്റെ അകത്ത് ഏറ്റവും സത്യസന്ധമായൊരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് ദേശീയപാത അതോറിറ്റി എടുത്ത അശാസ്ത്രീയമായ മണ്ണെടുപ്പ്. അത് ആ ഭാഗത്തുനിന്ന് മണ്ണെടുത്ത് ഈ ഭാഗത്തെ ഏത് രീതിയിൽ പ്രതികൂലമായി ബാധിച്ചു, അല്ലെങ്കിൽ ഈ ഭാഗത്ത് ഉള്ളവരെ അതെങ്ങനെയെല്ലാം ബാധിച്ചു എന്ന വസ്തുതയാണ് സത്യത്തിൽ തെളിഞ്ഞു വരുന്നത്. അതിൻ്റെ ബാക്കിപത്രം അനുഭവിക്കേണ്ടി വന്നത് ഈ നാട്ടിലെ കുറേ സാധാരണക്കാരാണ്. അവരുടെ കുടുംബങ്ങൾ, സ്വപ്നങ്ങൾ അതെല്ലാമാണ് ഇല്ലാതാകുന്ന സ്ഥിതിയിലേക്ക് മാറിയത്. അതിൽ ഒരാൾക്ക് ജീവൻ കൂടി നൽകേണ്ടി വരുന്നു. ഇനി അവർ തിരിച്ചു വരുമ്പോൾ എന്ത് ചെയ്യും? അവരെങ്ങനെ അവരുടെ ബാക്കി ഉപജീവനം മുമ്പോട്ട് കൊണ്ടുപോകും? അവരുടെ സ്വപ്നങ്ങളെങ്ങനെ കൊണ്ടുപോകും? അവരെവിടെ താമസിക്കും? അവർക്ക് സർക്കാർ വീടെടുത്ത് നൽകുമോ? അവർക്ക് പകരം ഭൂമി നൽകുമോ? അവർക്കുണ്ടായിരുന്ന സൗകര്യങ്ങൾ നൽകുമോ? അങ്ങനെ കുറേ ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്. പക്ഷേ ആ ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായി ഉത്തരം നൽകാൻ ആരെക്കൊണ്ടും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇനി അടുത്ത സമയത്ത് അത് ആലോചിക്കാം, പറയാമെന്നുള്ള രീതിയിലാണ്. പക്ഷേ നിലവിൽ ഹൈസ്കൂളിലെ ക്യാമ്പിൽ കഴിയുന്നവർ അധിക നാൾ ആ ക്യാമ്പിൽ കഴിയാൻ പറ്റുന്നവരല്ല. അവരെന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ ആ ക്യാമ്പിൽ നിന്ന് പുറത്തു വരേണ്ടവരാണ്. അവർക്ക് ഇനിയും ജീവിതം മുന്നോട്ടുണ്ട്. ഇവിടെ തന്നെ വീണ്ടും താമസിക്കേണ്ടവരാണ്. ഈ മുകളിലൂടെ പോകുന്ന റോഡ്, അവിടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ, അത് അവരുടെ ജീവിതത്തെ ഏത് രീതിയിൽ ബാധിക്കും എന്നുള്ള കാര്യങ്ങൾ കൂടിയുണ്ട്. അധികാരികളുടെ ഭാഗത്തു നിന്നുള്ള മനഃപൂർവ്വമോ അല്ലാത്തതോ ആയ നിസ്സംഗതയാണ് ഇത്തരം സംഭവങ്ങൾക്ക് ആക്കം കൂട്ടുന്നത് എന്നുകൂടിയാണ് ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. എസ് ലാൽകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് എത്രമാത്രം വലിയ അപകടമാണ് അവിടെ ഉണ്ടായതെന്നുള്ളത്. കോൺക്രീറ്റ് ചെയ്തിരിക്കുന്ന ഒരു വീട് ഈ രീതിയിൽ തകർന്ന് തരിപ്പണമാവണമെങ്കിൽ അത്രമാത്രം വലിയ മണ്ണിടിച്ചിലാണ് ഉണ്ടായത് എന്ന കാര്യം വ്യക്തമാണ്. നേരത്തെ നമ്മൾ അറിഞ്ഞതുപോലെ ഈ വീടുകൾ ഉൾപ്പെടെ ഇപ്പോൾ പൂർണ്ണമായും തകർന്ന 6 വീടുകൾ ഉൾപ്പെടെ ഏതാണ്ട് 20-ലധികം വീടുകൾ അവിടെ ഉണ്ടായിരുന്നു. ഒന്നിന് പിറകെ ഒന്നായി അടുത്തടുത്തുള്ള വീടുകൾ ഉള്ള ഒരു ഉന്നതിയാണ് ഈ അപകടത്തിൽപ്പെട്ടത്. അതിന് മുകളിലൂടെ പോകുന്ന ദേശീയപാത, ആ ദേശീയപാതയ്ക്ക് മുകളിലായുള്ള ഈ വലിയ കുന്ന്, ആ കുന്നാണ് ഇടിഞ്ഞ് താഴേക്ക് പതിച്ചത്. അതിലാണ് ഈ വീടുകളെല്ലാം തരിപ്പണമായത്. അതിലാണ് ബിജുവും സന്ധ്യയും പെട്ടുപോയത്. അതിൽ ബിജുവിൻ്റെ ജീവൻ നഷ്ടമാവുന്നു. ഇപ്പോൾ ബിജുവിൻ്റെ ഫോട്ടോ കൂടി പ്രേക്ഷകർക്ക് കാണാം സ്ക്രീനിൽ. അടിമാലി കൂമ്പൻപാറയിലാണ് ഈ അപകടം ഉണ്ടായത്. ആ അപകടത്തിലാണ്, മണ്ണിടിച്ചിലിലാണ് ബിജുവിന് ജീവൻ നഷ്ടമായത്. 7 മണിക്കൂർ നീണ്ട രക്ഷാദൗത്യത്തിനൊടുവിലാണ് ഇരുവരെയും പുറത്തെടുക്കാൻ രക്ഷാപ്രവർത്തകർക്ക് കഴിഞ്ഞത്. പക്ഷേ അതിൽ ബിജുവിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ബിജുവിൻ്റെ ഭാര്യ സന്ധ്യ ഗുരുതരമായി പരിക്കേറ്റിപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. രാജഗിരി ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു സന്ധ്യയെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ നിന്നും വിദഗ്ധ ചികിത്സയ്ക്കായി. അതുമായി ബന്ധപ്പെട്ട് തൊട്ടു പിന്നാലെ രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരുന്ന രക്ഷാപ്രവർത്തകർ കഴിഞ്ഞ മണിക്കൂറിൽ 5 മണിയോടുകൂടിയാണ് ബിജുവിനെ പുറത്തെടുക്കുന്നപ്പോഴേക്കും ജീവൻ നഷ്ടമായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടിമാലി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് ഇപ്പോൾ ബിജുവിൻ്റെ മൃതദേഹം മാറ്റിയിട്ടുണ്ട് എന്ന വാർത്ത കൂടി കഴിഞ്ഞ മണിക്കൂറിൽ പുറത്തു വന്നു. ആ അപകടത്തിൻ്റെ നടുക്കം ആ പ്രദേശവാസികൾക്ക് ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്. 42 പേർ ഇപ്പോൾ ക്യാമ്പിൽ കഴിയുന്നുണ്ട്. ഈ മേഖലയിൽ, ഈ അപകടമുണ്ടായ മേഖലയിലെ വീടുകളിൽ താമസിച്ചിരുന്ന 42 പേരാണ് ക്യാമ്പിലേക്ക് പോയത്. അതും നിർബന്ധപൂർവ്വം അവരെ മാറ്റുകയായിരുന്നു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇങ്ങനെ ഒരു വലിയ മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യത, കാരണം വലിയ വിള്ളൽ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ അപകടത്തിൻ്റെ ഒരു ആദ്യ ഭാഗം, അത് അല്ലെങ്കിൽ ഈ മണ്ണിടിച്ചിൽ രണ്ടാമത്തെ മണ്ണിടിച്ചിലാണ് ഇവിടെ തുടർച്ചയായി ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം പകൽ സമയത്ത് ഏതാണ്ട് ഉച്ചയോടുകൂടി ഉണ്ടായ ഒരു വലിയ മണ്ണിടിച്ചിൽ, ആ മണ്ണിടിച്ചിലിൽ കുറേയധികം മണ്ണ് ദേശീയപാതയിലേക്ക്, നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ദേശീയപാതയിലേക്ക് ഇടിഞ്ഞു വീഴ്ന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. പിന്നീട് ശ്രമകരമായ ജോലികൾക്കൊടുവിലാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ആ സമയത്താണ് പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഒരു വലിയ വിള്ളൽ അവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. ആ കുന്നിൽ തന്നെയുള്ള ഒരു വലിയ വിള്ളൽ ശ്രദ്ധയിൽപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത് ഇനി വീണ്ടും ഇടിയാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇടിഞ്ഞു കഴിഞ്ഞാൽ താഴെയുള്ള ഈ പറയുന്ന ഉന്നതിയിലെ വീടുകളെല്ലാം തകർക്കപ്പെടും എന്ന ചില സൂചനകളും ഭീഷണിയും മുന്നറിയിപ്പുമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ അധികൃതർ ഇടപെടുന്നു. പ്രദേശവാസികളോട് മാറി താമസിക്കാൻ ആവശ്യപ്പെടുന്നു. അടിമാലി
സ്കൂളിൽ തന്നെ, ഗവൺമെൻറ് സ്കൂളിൽ തന്നെ ക്യാമ്പ് ഒരുക്കുന്നു. അവിടേക്ക് 42 പേർ മാറുന്നു. ബിജുവും സന്ധ്യയും ക്യാമ്പിലേക്ക് മാറുന്നില്ല, പകരം അവരുടെ തറവാട് വീട് അടുത്തുണ്ട്, അങ്ങോട്ടേക്ക് മാറിക്കൊള്ളാം എന്ന് ഇവരെ അറിയിക്കുകയായിരുന്നു. പലതവണ നിർബന്ധിച്ചെങ്കിലും ക്യാമ്പിലേക്ക് വരാൻ കൂട്ടാക്കിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് ഫോണിൽ ബന്ധപ്പെട്ടു, മാറിയോ, തറവാട് വീട്ടിലേക്ക് സുരക്ഷിതമായി മാറിയോ എന്ന് അന്വേഷിച്ചിരുന്നു എന്നതടക്കം അവിടുത്തെ പ്രദേശവാസികൾ നേരത്തെ നമ്മളോട് പറഞ്ഞതാണ്, 24 പറഞ്ഞതാണ്. അപ്പോഴും പറഞ്ഞത് മാറും എന്നാണ്. അങ്ങനെ പറഞ്ഞ് നിമിഷങ്ങൾക്കകം, മിനിറ്റുകൾക്കകം തന്നെ ഈ അപകടം സംഭവിച്ചു എന്നുള്ളതാണ്. അപ്രതീക്ഷിതമായി വലിയ ശബ്ദത്തോടുകൂടി ഒരു വലിയ കുന്നാകെ പൊട്ടി താഴേക്ക് പതിക്കുകയായിരുന്നു. ആ അപകടത്തിലാണ്, ആ വലിയ ഫോഴ്സിൽ വന്ന ആ കുന്നിടിച്ചിലാണ് ശരിക്കും ഈ വീട് പൂർണ്ണമായും തകർന്ന് തരിപ്പണമായത്. 6 വീടുകൾ പൂർണ്ണമായും മണ്ണിനടിയിലാണ്. ഒരു വീട് തകർന്ന് അതിലടിയിൽ കുടുങ്ങിപ്പോയ 2 പേരാണ് ബിജുവും സന്ധ്യയും. അതിൽ ബിജുവിന് ജീവൻ നഷ്ടമായി, സന്ധ്യ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലുമാണ്. അവരുടെ മറ്റൊരു വേദന, ഇവരുടെ മകൻ കുറച്ചുനാൾ മുൻപാണ് ക്യാൻസർ ബാധിച്ച് മരിച്ചത്. അതവരുടെ മറ്റൊരു വേദനയായിരുന്നു. അതിൽ നിന്നൊക്കെ കരകയറി ജീവിതത്തിലേക്ക് തിരികെ വരുന്ന സമയത്താണ് മറ്റൊരു ദുരന്തം ആ കുടുംബത്തെ വീണ്ടും വേട്ടയാടിയത്. ഈ രീതിയിൽ അതിൽ ഒരാളുടെ ജീവൻ കൂടി നഷ്ടമാകുന്നു, ഗൃഹനാഥനെ നഷ്ടമാകുന്നു. സന്ധ്യയും ഒപ്പം ഇനിയുള്ളത് മറ്റൊരു മകളാണ്. ആ മകൾ കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നാണ് സന്ധ്യയുടെ പിതാവ് നമ്മളോട് നേരത്തെ പ്രതികരിച്ചത്. ആ പ്രതികരണം നമ്മൾ കണ്ടതാണ്. അങ്ങനെ വലിയൊരു ദുരന്തം ആ കുടുംബത്തെ ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ കണ്ട് ഒരുപക്ഷെ ഈ ദൃശ്യങ്ങളും വാർത്തയുമൊക്കെ 42 പേർ ഇവിടെ നിന്നും പോയ ക്യാമ്പിൽ കഴിയുന്ന 42 പേർ കാണുന്നുണ്ടായിരിക്കാം, കണ്ടിരിക്കാം. അവർക്കുണ്ടായ ഭീതി, നടുക്കം അത് പറഞ്ഞറിയിക്കുന്നതിലും അപ്പുറമാണ് എന്ന് നമുക്കറിയാം. അവർ ഇനി തിരികെ എത്തുമ്പോൾ ഭീതിയോടെ ഇവിടെ എങ്ങനെ കഴിയുമെന്ന ഒരു വലിയ ചോദ്യമുണ്ട്. ഒപ്പം തന്നെ ഇനിയിപ്പോൾ വാസയോഗ്യമായ എത്ര വീടുകൾ ഈ ഉന്നതിയിലുണ്ട് എന്നത് മറ്റൊരു ചോദ്യം. ആരുണ്ടാകും ഇവരെ പുനരധിവസിപ്പിക്കാൻ? എവിടേക്കായിരിക്കും ഇവരെ മാറ്റിപ്പാർപ്പിക്കുക? അല്ലെങ്കിൽ മാറ്റിപ്പാർപ്പിക്കാൻ സർക്കാർ തയ്യാറാകുമോ? ബന്ധപ്പെട്ട വകുപ്പുകൾ തയ്യാറാകുമോ? എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഇനി ബാക്കിയാവുന്നത്. ലാൽകൃഷ്ണൻ തുടരുന്നുണ്ട്. ലാൽ, അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോഴൊക്കെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഇനിയും മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ റിപ്പോർട്ട് ചെയ്യുമ്പോഴൊക്കെ മതിയായ സുരക്ഷയോടുകൂടി ശ്രദ്ധിച്ച് ജാഗ്രതയോടുകൂടി മാത്രം ചെയ്യുക. നമ്മുടെ ക്യാമറ ടീം അടക്കം അവിടെ ഉണ്ട്. കഴിഞ്ഞ 7 മണിക്കൂറായി അവിടെ നിന്നും ദൃശ്യങ്ങളും വിവരങ്ങളും നൽകിക്കൊണ്ടിരിക്കുകയാണ്. 24 അടക്കമുള്ള മാധ്യമ പ്രവർത്തകരൊക്കെ തന്നെ അവിടെ ഇപ്പോഴും ഉണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.